ഞാൻ ഈയിടെ തൃശ്ശൂർ ടു കുന്നംകുളം KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്യാൻ ഇടയായി. അപ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ 40 രൂപ എന്നോട് പറഞ്ഞു. ടിക്കറ്റും വാങ്ങി. പക്ഷേ ടിക്കറ്റിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് 39 രൂപ എന്നാണ്. പിൻവശത്ത് 1 രൂപ തിരിച്ചു തരാമെന്നൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ആ 1 രൂപ എങ്ങോട്ടാണ് പോയത്? 1 രൂപയായതുകൊണ്ട് അവരത് ഇഗ്നോർ ചെയ്തു. എനിക്കും കിട്ടിയില്ല, KSRTC അക്കൗണ്ടിലും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഈ 1 രൂപ, ഇപ്പോൾ എൻ്റെ 100 രൂപ, മറ്റുള്ളവരുടെ 100 രൂപ, അങ്ങനെ എത്ര 1 രൂപ ആൾക്കാരിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ 1 രൂപ നഷ്ടപ്പെടുന്നത്. 1 രൂപയ്ക്ക് 1 രൂപയുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഇന്ന് 1 രൂപ, നാളെ വീണ്ടും 1 രൂപ, അങ്ങനെ പല പല ആൾക്കാരുടെ നിന്ന് ദിവസം 1 രൂപ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മാസം സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ 30 രൂപ, 2 നേരമാണെങ്കിൽ 60 രൂപ, അങ്ങനെ എത്ര നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ KSRTCക്ക് ആ കാശ് വരുന്നുണ്ടോ അതോ കണ്ടക്ടറുടെ പോക്കറ്റിലേക്കാണോ ആ കാശ് പോകുന്നത്? ഇത് ശരിയായ നടപടിയാണോ? നമുക്ക് കിട്ടാനുള്ള കാശ് തിരിച്ചു തരാത്തത് KSRTCയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ ബസ്സുകളുടെ ഭാഗത്തുനിന്നോ ശരിയായ നടപടിയാണോ? കാരണം 1 രൂപയായ കാരണം നമ്മളത് ചോദിക്കില്ല എന്ന് കണ്ടക്ടർക്കും അറിയാം. എന്നാൽ അത് നോട്ട് ചെയ്ത് തരേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? മന്ത്രി ഗണേഷ് കുമാർ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. KSRTCയിൽ പുതിയൊരു സിസ്റ്റം വരുന്നുണ്ടല്ലോ, കാർഡ് സിസ്റ്റം, സ്വൈപ്പിംഗ് കാർഡ് സിസ്റ്റം, ATM കാർഡ് പോലെയുള്ളത്. അത് എത്രയും പെട്ടെന്ന് എല്ലാ ബസ്സുകളിലും എത്തട്ടെ. എനിക്ക് ഒരു ചെറിയ എമൗണ്ടാണ് സംഭവിച്ചത്. ഇതുപോലെ എത്ര പേർക്ക് പല പല എമൗണ്ടുകൾ സംഭവിച്ചിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ബാലൻസ് തിരിച്ചു വാങ്ങാൻ പരമാവധി ശ്രമിക്കുക.